അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പുളിയൊക്കെ കറുത്തിട്ട് നമ്മൾ കളയാനൊക്കെ വെച്ചിരിക്കില്ലേ, ഏത് പഴം വേണമെങ്കിലും ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ 4 പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെടുത്ത പഴം ഒന്ന് ആവിയിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ അരി വാർക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ ചെയ്താലും മതി. അരിവാല ഉണ്ടെന്നുണ്ടെങ്കിൽ അരിവാല എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റീമറിൻ്റെ തട്ടിലോ ഇഡ്ഡലി ചെമ്പിലോ ആവിയിട്ട് എടുത്താൽ മതിയാവും. ഈ പഴം ഓരോന്നായിട്ട് ഈ അരിവാലയിൽ വെച്ച് കൊടുക്കുക. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. പഴം നമുക്കൊന്ന് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ പഴം ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ പഴം നല്ല ചൂടല്ലേ, ഈ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഇത് അരിവാലയിൽ നിന്ന് ഈ പഴം പുറത്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പഴത്തിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തൊലി നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ തടുത്ത് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. നല്ല പഴുത്ത പഴം ആവിയേറ്റി വേവിച്ചെടുത്തത് കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പഴമൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് ശർക്കര എടുത്താൽ മതി. ഇതിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമ്മൾ ശർക്കര എടുക്കുന്നത് അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ആ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും. അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഗോതമ്പ് പൊടിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂട് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് റവ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യ് കുറച്ച് ചേർക്കുന്നുള്ളൂ. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് 1 മിനിറ്റ് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പഴവും പൊടികളും എല്ലാം ഒന്ന് മിക്സായി കിട്ടണം. വീണ്ടും ഞാൻ 1 മിനിറ്റ് പഴം ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാവും പഴമായിട്ട് നല്ലതുപോലെ മിക്സായി കിട്ടണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇത് കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അരിച്ചൊഴിക്കുന്നില്ല. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാലൊന്നും ചേർക്കുന്നില്ല. തേങ്ങാപ്പാലോ പശുവും പാലോ ഒക്കെ ചേർക്കാം. ചിരകിയെടുത്ത തേങ്ങ കുറച്ചൊരു 1/4 കപ്പോ 1/2 കപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഇത് ഏലക്കയുടെ ആ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, തൊണ്ട് മാറ്റിയിട്ട്. അപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി.
അപ്പോൾ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ കറുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതൊന്ന് ഒതുക്കി വയ്ക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 5-6 കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2-3 ബദാം നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നെയ്യ് ഗോതമ്പ് പൊടി റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നെയ്യ് ചേർക്കുമല്ലോ, അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഇത് റോസ്റ്റായി കിട്ടും. ഒരുപാട് നിറമൊന്നും മാറണ്ട. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി പരിപ്പും ബദാമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നിലക്കടല 1-2 ടേബിൾ സ്പൂൺ നിലക്കടല ചെറുതായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. അപ്പോൾ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. നെയ്യ് തടവിയ പാത്രത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയത് ഇട്ട് കൊടുക്കാൻ. സ്പാച്ചിലോ വെച്ചോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ആ ചൂടോട് കൂടി തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് സെറ്റായി പോകും. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാമും പിസ്തയും നീളത്തിൽ കട്ട് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യമേ നിങ്ങൾക്ക് ട്രേ നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. മറിച്ചിടാതെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ നട്ട്സ് ഒക്കെ ബദാമും പിസ്തയൊക്കെ ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് കൊടുത്തത്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണോ കട്ട് ചെയ്യാം. ഇനി കട്ടയിൽ നിന്നും ഈ പീസ് അങ്ങ് എടുക്കുക. പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബർഫി തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്